ഞാൻ നോക്കിയപ്പോ ഇത് എന്നെ ഏതാണ്ട് കിളി പോലെ ഇരിക്കുന്നു. എന്നതാ പോലും ഇത് നോക്കിയപ്പോ പിന്നെയാണ് ഇതിൽ സ്ലിപ്പേൽ എഴുതിയേക്കണ. ഇത് ഇങ്ങനെയൊന്നും ചെയ്യാൻ അത്രയ്ക്ക് അറിവില്ല. 1000 കോഴിക്ക് അരക്കാടാന്ന് പറയും. അത് മീറ്റിനാണോ പറയണേ എഗ്ഗിനാണോ പറയണേ എനിക്കറിയില്ല എന്നൊക്കെ വേണ്ടത് ഞാൻ ഐ ഡോണ്ട് നോ. അതുകൊണ്ട് ഞാൻ കളയുവാണ്. ജീവിതത്തിൽ ആദ്യമായി കാട ഫ്രൈ വറുത്തോണ്ടിരിക്കുന്ന അമ്മ. പക്ഷെ 6:15 ആയപ്പോൾ കേരളത്തിലെ അവസ്ഥ ദേ ഇതാണ്. കാട നല്ല ഫ്രഷ് ആയിട്ട് വറുത്തോണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അപ്പൊ എനിക്കൊരു പേരിടണമെന്ന് തോന്നി. പ്രേക്ഷകരായ നിങ്ങളെ ഒന്ന് ക്ഷമിച്ചേക്ക്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. കേൾക്കാനുള്ളതൊന്നുമല്ല. ഞാൻ പറയാൻ പോണ പേരെന്താന്നറിയാമോ? പറഞ്ഞുതരാം എങ്ങനെയാന്നുള്ളത്. വ്യത്യസ്തമായ ഒരു രുചിയാണ് ഇന്ന് നമ്മൾ പരീക്ഷിക്കാൻ പോണേ. എന്താണ് ആ വ്യത്യസ്തമായ രുചി? ഇത് ചിക്കനൊന്നും അല്ല. ഇത് ഇന്നലെ കൊണ്ടുവന്നപ്പോ എന്നാന്ന് എനിക്കൊരു പിടിയില്ല. ഒരു സംഗതി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ നോക്കിയപ്പോ ഇത് എന്നെ ഏതാണ്ട് കിളി പോലെ ഇരിക്കുന്നു. എന്നതാ പോലും ഇത് നോക്കിയപ്പോ പിന്നെയാണ് ഇതിൽ സ്ലിപ്പേൽ എഴുതിയേക്കണ കാടേന്ന്. അങ്ങനെ ഒരു പ്രതീക്ഷയില്ലാതെ കൊണ്ടുവന്നതാണ് ലുലുമാളിന്ന്. 3 പേർക്ക് ഓരോന്നെ കഴിക്കാൻ 3 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ വലിയ, ഞാൻ പറഞ്ഞില്ല ഇപ്പൊ മീറ്റ് അധികം കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഇവരുടെ ഒരു സ്വല്പം ടേസ്റ്റ് ചെയ്യാൻ എടുക്കണേ ഉള്ളൂ. പിന്നെ അപ്പയ്ക്ക് ചെറിയ പല്ലുവേദന ഉള്ളതുകൊണ്ട് അപ്പ അധികം കഴിക്കൂല. റൂട്ട് കനാലൊക്കെ ചെയ്തിരിക്കുവാണ്. ഒരാഴ്ചയായിട്ട് പല്ലിന്റെ ഒരു സൈഡിൽ നീരും ഇതൊക്കെ ആയിരുന്ന ഡെന്റിസ്റ്റിനെ കണ്ട്, ഞങ്ങളുടെ നെയ്ബർ ഡെന്റിസ്റ്റിനെ കണ്ട് മരുന്നൊക്കെ കഴിച്ച നീരൊക്കെ കുറഞ്ഞ് റൂട്ട് കനാൽ ചെയ്തു ഇനി ക്യാപ്പിടണം. അപ്പൊ അപ്പയും സ്വല്പേ കഴിക്കുള്ളൂ. അതുകൊണ്ട് ചെയ്യാൻ പോണത് എന്താന്ന് വെച്ചാൽ മകളോട് ഞാൻ പറഞ്ഞതാണ്, ഇത് കൊണ്ടുവരുമെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ റൂട്ട് കനാൽ ചെയ്തിരിക്കുവെന്ന് പറഞ്ഞു. പക്ഷെ അവള് 3 എണ്ണം കൊണ്ടുവന്ന് കഴിക്കുമെന്നോർത്തായിരിക്കും കൊണ്ടുവന്നത്. അപ്പൊ ഏതായാലും 2 എണ്ണം എടുത്ത് ചെയ്യാം. പിന്നെ ഒരെണ്ണം നമുക്ക് ഡീപ് ഫ്രീസർ ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്തങ്ങ് വെക്കാം. ഇപ്പൊ ഫ്രിഡ്ജിന്റെ ഫ്രീസറിലേക്ക് വെച്ച് പിന്നെ അതില് ഒരു കണ്ടെയ്നറിലാക്കി വെക്കണം. ഇതിലാക്കി വെക്കണ്ട, മിക്കവാറും അടുത്ത ആഴ്ച ഇത് എടുക്കുള്ളൂ. അപ്പൊ ഇതിൽ തന്നെ ഒരാഴ്ച ഇരുന്നാൽ ശരിയാവൂല. നമുക്ക് വേറെ ഡിഷിൽ എടുത്ത് അകത്തേക്ക് വെക്കാം കേട്ടോ. ഇത് നമുക്ക് നല്ല നീറ്റായിട്ട് കഴുകി ആദ്യം എടുക്കാം. ഇത് 3 എണ്ണം ഗ്രാം എത്രയാന്നറിയില്ല, 159 ആട്ടോ റേറ്റ്. പറഞ്ഞു വെയിറ്റ് 3 എഴുതിയേക്കണേ. വെയിറ്റ് ആയിരിക്കൂല, നമ്പർ ആയിരിക്കും. നമ്പർ അത് നമ്പറാ. 3 നമ്പർ എഴുതിയേക്കണേ. 3 എണ്ണത്തിന് 159 റുപ്പീസ്. ചുമ്മാ നിങ്ങളാരും ഷെയർ ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് അങ്ങ് വെച്ചിട്ട് ഇത് ആദ്യം ഉപ്പൊക്കെ ഇട്ട് ഉരച്ച് തേച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരാം. എന്നിട്ട് എങ്ങനെയാ ചെയ്യണേന്ന് കാണിക്കാം കേട്ടോ. ഓക്കെ. എനിക്കിത് ഇങ്ങനെയൊന്നും ചെയ്യാൻ അത്രയ്ക്ക് അറിവില്ല. പക്ഷെ ഉള്ള അറിവ് വെച്ച് കട്ട് ചെയ്യുമോ. കാട ഫുള്ള് എല്ലാം ആണല്ലോ. പിന്നെ 1000 കോഴിക്ക് അരക്കാടാന്ന് പറയും. അത് മീറ്റിനാണോ പറയണേ എഗ്ഗിനാണോ പറയണേന്ന് അറിയില്ല. മുട്ടയ്ക്കാണ് എനിക്ക് പറഞ്ഞത്. ആണോ? എന്നാണെങ്കിലും ഗുണകരമാണ് ഇറച്ചി. എല്ലാം അതിന്റെ ഗുണകരമായിരിക്കുമല്ലോ. 1000 കോഴിക്ക് അരക്കാട. അപ്പൊ തന്നെ അറിയാലോ എങ്ങനെയാണോ. മീറ്റിനെയാണ് അത് ഉദ്ദേശിക്കണമെങ്കിൽ നമ്മളിപ്പോ 1000 കോഴിയെ തിന്നുന്ന ഇഫക്റ്റ് ആണ് ഇത് കഴിക്കുമ്പോഴേ. ഈ രീതിയിലാക്കി ഞാൻ എടുത്തു കേട്ടോ. നമുക്ക് ഇതിന്റെ അകത്തുള്ള സംഗതികളൊക്കെ അങ്ങ് എടുത്തു കളഞ്ഞേക്കാം. എനിക്കറിയില്ല എന്നൊക്കെ വേണ്ടതെന്നൊക്കെ. ഞാൻ എന്താണെങ്കിലും എടുത്തു കളയുക. കാരണം വേവിച്ചിട്ട് പിന്നെ അലമ്പായി പോയാൽ പറ്റൂല്ലോ. വേവിക്കുമല്ല, ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ചിലപ്പോ ഞാൻ ഈ കളയണതെല്ലാം നല്ല സാധനമായിരിക്കും. ഐ ഡോണ്ട് നോ. അതുകൊണ്ട് ഞാൻ കളയുവാണ്. അപ്പൊ പിന്നെ കേടില്ലല്ലോ. വല്ല അലമ്പൊക്കെ പിടിച്ച് നമ്മളിത് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ അതുമായി കയ്പോ വല്ലതൊക്കെ ഉണ്ടോന്നതേ ഇവിടെ വെച്ചു. ഇനി ഇതും കൂടെ അതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സോഫ്റ്റാ കട്ട് ചെയ്യുമ്പോ. അപ്പൊ മുട്ടയാണെന്നാ കൊച്ചെ തോന്നണേ. ആണോ? അറിയില്ല. ഞാൻ ഇതിനു മുമ്പ് ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു ഐഡിയ എനിക്കില്ല. നമ്മൾ ആദ്യമായിട്ടാ ഇതിവിടെ മേടിക്കട്ടെ. കല്ലുപ്പുണ്ട് കേട്ടോ ഇതിലതേ. ഈ ഞെരങ്ങണ മുഴുവൻ കല്ലുപ്പ. അതെ കാര്യം അവര് ക്ലീൻ ചെയ്തൊക്കെ ആയിരിക്കും ശരിയാക്കിയാൽ തന്നെങ്കിലും നമ്മൾ കൊണ്ടുവന്ന് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. എന്നാണേലും കഴിക്കാനുള്ളതല്ലേ. ഞാൻ അരപ്പ് പുരട്ടി കുറെ നേരം ഇരിക്കണം മസാലകളെ ഇരി പിടിക്കാൻ. ഞങ്ങൾക്ക് ഇവിടെ പതുക്കെ ഇടിമുഴക്കമൊക്കെ തുടങ്ങി. അപ്പൊ പറയണ്ട് 6:30 100% മഴ ആണോ? എന്നാ ചാറുതെങ്കിലും ചെയ്യും. ഇന്നലെ എന്തായിരുന്നു രാത്രിയില് അല്ലേ? ഇന്നെന്ന് പറഞ്ഞാൽ നവംബർ 18-ാം തീയതി. ഇന്ന് 18. അല്ല, ഇന്നലത്തെ കാര്യം പറഞ്ഞ മഴ പെയ്തത് 17-ാം തീയതി. ഇതേ കഴുകി ക്ലീൻ ചെയ്തേക്കണ കണ്ടോ? നീറ്റാക്കിയതേ. പക്ഷെ ഇത് എല്ലും പുല്ലും ഒക്കെ വിട്ടുപോരുമായിരിക്കും വറക്കുമ്പോ. എങ്ങനെയാണെങ്കിലും കാണിക്കാം. പിന്നെ നമ്മളിപ്പോ അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യണം, നമ്മൾ കാണിക്കണം.
ഇങ്ങനെ ആക്കി എടുത്തു അവസാനം. അല്ല അത് ലുലുമാളിന്ന് കൊണ്ടുവന്നാലേ ഇപ്പം അവിടെ എല്ലാം വെൽ ക്ലീൻഡ് ആയിട്ടായിരിക്കുന്നത്. പിന്നെ നമ്മൾ അകത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു നീറ്റാക്കി അലമ്പി കല്ലുപ്പിട്ട് പലയാവർത്തി നല്ല വെള്ളത്തിൽ കഴുകി. ഇനി കഴുകണ്ട, ഇനി ഒന്ന് കഴുകി എടുക്കാം കേട്ടോ. നമുക്ക് അകത്ത് കൊണ്ടുപോയി സംഗതികൾ ആദ്യം പുരട്ടി വെക്കാം. ആദ്യം പുരട്ടിയില്ലേ പുറത്ത് വെച്ചിട്ട് പിന്നെ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെക്കണം, എന്നിട്ടാ വറക്കണം, സെറ്റാക്കാൻ. നമുക്ക് കൊണ്ടുപോകാം. റെഡിയായി, റെഡി. ഈ പിടിച്ചോണ്ട് നിന്നാൽ മഴ വരും, അതിന് മുമ്പ് ഇതിന്റെ പരിപാടി ചെയ്തിട്ട് മഴയ്ക്കുള്ള എല്ലാ നീക്കങ്ങളും കാണാം. മഴ വന്നാൽ മഹായുധ പിന്നെ വെള്ളം ഊറ്റി കളയാട്ടോ. ഇവിടെ വയ്ക്കട്ടെ. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എന്ന് പറയാൻ പറ്റൂല, ഇച്ചിരി ഒരു സ്വല്പം തടമുഴിയൊക്കെ ആയിട്ടായിരിക്കും. അതായത് ഇങ്ങനെ തീരെ മഷി പോലെ അരിഞ്ഞിട്ടില്ല, ചതച്ച പോലെ, എന്നാ കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ഇതാണ് എന്റെ കറക്റ്റ്. കാരണം ചതഞ്ഞ് ചേരുമ്പോൾ പ്രത്യേക രുചി. നമ്മൾ മേടിക്കുന്നതിനൊക്കെ ഇങ്ങനെയാണല്ലോ, ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മേടിക്കുമ്പോ എപ്പോഴും ഇങ്ങനെ ഇരിക്കാറ്. പിന്നെ അതിനാവശ്യമുള്ള ഉപ്പട്ടോ, ഇതിനാവശ്യമുള്ള ഉപ്പ കുറച്ച് ചേർക്കാം. പിന്നെ മറ്റ് മസാല ചേർക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കാം, കൂടിപ്പോയാൽ പിന്നെ വിഷയമാവില്ല. ഉപ്പ് പിന്നെ ഇച്ചിരി ചെറുനാരങ്ങ നീരാണ് ചേർക്കേണ്ടത്. ഓൾറെഡി നീര് കസ്റ്റഡിയിൽ ഇല്ലാത്ത കാരണം ഇവിടെ ഒരു കുപ്പിയിൽ എനിക്ക് സിറപ്പ് മേടിച്ചുകൊണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ സ്വല്പം സിറപ്പ് ഇതിലേക്ക് ഒരു പുളിക്കട്ടോ. പുളിക്കും സോഫ്റ്റ്നെസ്സിനും ടേസ്റ്റിനും എല്ലാത്തിനും വേണ്ടി. പുളിക്കെന്ന് മാത്രം പറയാൻ പാടില്ല. ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിന് നല്ല സ്മെല്ല്. നമ്മുടെ ഇവിടെ ചെയ്തോണ്ടായിരിക്കും, നമ്മള് സ്വന്തം ഇതല്ലേ, വേറെ പ്രിസർവേറ്റീവ് ഒന്നുമില്ല. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ക്ലീൻ ചെയ്തിട്ട് അത് വീഡിയോയിൽ പറയേണ്ടത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചായിരുന്നു. ഞാൻ ഇടയ്ക്കില്ലേ വെളുത്തുള്ളി തന്നെ ചതച്ചതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ടായിരുന്നു പണ്ട്. പിന്നെ അതുപോലെ അന്നേരം സെപ്പറേറ്റ് ഇഞ്ചി സെപ്പറേറ്റ് അരച്ചു വെക്കും. അരച്ചെന്ന് പറഞ്ഞാൽ ഇതുപോലെ ചതച്ച്. പക്ഷെ ഇത്തോടെ ഞാൻ രണ്ടും കൂടെ ചേർത്താ റെഡിയാക്കി വെച്ച. പല ഐറ്റത്തിന് മീൻ വറക്കണതിന് വരെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാറുണ്ടല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ കുറച്ചേ ചെയ്തോളൂ. പക്ഷെ അന്ന് ഉള്ളി കുറവായിരുന്നു കസ്റ്റഡിയില്, അതുകൊണ്ടാ കുറച്ച് അരച്ചങ്ങനെ നിർത്തിയത്. ഇനിയിപ്പൊ കുറച്ചധികം റെഡിയാക്കി വെക്കാം നമുക്ക്. നല്ല ഒരു ഹോം മെയ്ഡ് വാസന ഇതിന് കേട്ടോ. അത് നമ്മൾ ഇഷ്ടപ്പെട്ടു ചെയ്തതല്ലേ. ഇതേ ഇനി അലൂമിനിയം പാത്രത്തിൽ വെക്കണ്ടെന്ന് കരുതിയില്ലേ. രണ്ടെണ്ണം എടുത്തോളൂ. ഞാൻ പറഞ്ഞല്ലേ നല്ല രസം ഇങ്ങനെ. ഇത് എനിക്ക് തോന്നണതേ ഇതൊക്കെ വറക്കുമ്പോ കുറച്ചൊക്കെ വിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇല്ലേ, അതെന്നാന്ന് വെച്ചാൽ സോഫ്റ്റ് അല്ലേ അത്രക്ക് ഇത്. അപ്പ എന്നോടൊരു കാര്യം പറഞ്ഞ മസാല കൂടുതൽ വേണമെന്ന്. അപ്പൊ ദേ നമ്മള് ഇത് പെരട്ടി പുറത്താ വെക്കണത്, ഇപ്പൊ ഫ്രിഡ്ജിൽ വെക്കണില്ല. ഇനി ഇതിന്റെ മറ്റ് മസാലകൾ പെരട്ടി കഴിയുമ്പോ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജില് അടച്ച് വൃത്തിയാക്കി വെക്കണം, എന്നിട്ടാണ് വറക്കണത് കേട്ടോ. അപ്പൊ ഇതിപ്പോ ഇവിടെ ഇരുന്ന് മൂടി വെക്കാം നമുക്ക്. ഇത്ര മസാല മതി. ഇത് മതി. ഇപ്പൊ മസാല എന്ന് പറയാൻ പറ്റൂല. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും സ്വല്പം നാരങ്ങ നീരും ഇതിനാവശ്യത്തിനുള്ള ഉപ്പും അത്രയാ ചേർത്തേക്കണം. ഇനി കുറച്ച് കഴിയുമ്പോഴാണ് മറ്റു മസാലകളൊക്കെ ആഡ് ചെയ്യണത് കേട്ടോ. ഓക്കെ, ഉപ്പ്, നാരങ്ങാനീര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കാട ഇറച്ചി. അതെ, അതിനി എടുത്ത പൊടി ഇടാനുള്ളത്. അതുകൊണ്ടാണ് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, അത് മിക്സ് ചെയ്യാട്ടോ ലാസ്റ്റ്. ഇപ്പൊ അതിലേക്ക് അങ്ങനെ അങ്ങ് വെക്കണം എന്നുള്ളൂ. ഇത് കാശ്മീരി മുളക് പൊടി, അത് ആവശ്യത്തിന് പിന്നെ ധൈര്യമായിട്ട് ചേർക്കാം. പക്ഷെ ഇത് അങ്ങനെ ധൈര്യം ചേർക്കാൻ പറ്റൂല. ഇത് നല്ല മുളക് പൊടി ആയതുകൊണ്ട് ഇതിന് സ്വല്പം എരിവുണ്ട്. സ്വല്പം, അധികം ഇല്ല, പക്ഷെ വളരെ നല്ല മുളക് പൊടിയാണ്. നമ്മളിവിടെ ഷെർലി ചേച്ചിയോട് മേടിക്കണല്ലേ, നല്ല പൊടിയാ. ഇനി ഗരം മസാല. ഇതിന് മീറ്റ് മസാല അല്ല കേട്ടോ ഞാൻ ചേർക്കണേ, ഗരം മസാല ചേർക്കണേ. ഗരം മസാല ഒരുപാട് വേണ്ട. അതൊക്കെ സ്പൈസി എത്രത്തോളം വേണമെന്ന് വെച്ചാൽ ആൾക്കാർ ആഡ് ചെയ്തോട്ടെ കേട്ടോ. ഞാൻ എന്റെ രീതി പറഞ്ഞതേ ഞാൻ ഇടുന്നത്. നമുക്ക് സ്വല്പം കോൺഫ്ലവറിന് മുമ്പ് ഞാൻ അപ്പത്തിന്റെ വറുത്ത അരിപ്പൊടി ക്രിസ്പി കിട്ടാനല്ലേ, ക്രിസ്പി കിട്ടാനും ഇച്ചിരി ഒരു മൊത്തത്തിലൊരു അതിലേക്കൊരു യോജിച്ചെല്ലാം കൂടെ ഒന്ന് ശരിയാവാൻ. ആ കൂടെ തന്നെ ഒരു സ്വല്പം കോൺഫ്ലവർ ഇത്രയായിട്ട് ആഡ് ചെയ്യണോളൂ. ഉപ്പ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. വേറൊരു സംഭവം ആഡ് ചെയ്യേണ്ടത് ലാസ്റ്റ് ചേർക്കാം. ഒരു സ്വല്പം വെളിച്ചെണ്ണ ഇതിന്റെയൊക്കെ കുത്തലൊന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ.
കൂടാതെ ഒരു സ്വല്പം ചില്ലി ഫ്ലേക്സ് അതിടണം നല്ലതാ. കുറച്ച് മതി. ഞങ്ങൾ പൊടിച്ചതാ, പക്ഷെ അത് ഇച്ചിരി നൈസ് പൊടിയായി പോയി കേട്ടോ. ഇച്ചിരി തരിങ്ങ് വേണ്ടതായിരുന്നു. അത് മതിയല്ലോ. പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ ഡെക്കറേഷൻ ഇച്ചിരി ചേർക്കാം. അതെ, ഇച്ചിരി ഒന്ന് കൈമാറിക്ക് വെളിച്ചെണ്ണ. മഴ ഉടനെ ഉണ്ടാകും. പൊടിക്ക് വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ഇതേ തിരുമി എടുക്കാം. അമ്മ കാടേനെ ഒട്ടും വേദനിപ്പിക്കാതെയാണല്ലോ. അത് വറക്കാൻ ചീനച്ചട്ടിയിൽ ഇടേണ്ടതല്ലേ. ഒരുപാട് വറക്കണതിന് മുമ്പ് അല്ല, അടുപ്പത്ത് ഇടുന്നതിന് മുമ്പ് പൊടിഞ്ഞു പോയാൽ ശരിയാവൂല്ലോ എന്നോർത്തല്ലേ. അടുപ്പത്ത് ഇടുമ്പോൾ ഇറച്ചിയൊക്കെ ഇച്ചിരി തിരിഞ്ഞും ഇത്രയും ചേർത്ത് വെച്ച് എനിക്ക് തിരുമാൻ പറ്റില്ല. തിരിഞ്ഞും മറിഞ്ഞും പോന്നാൽ പറ്റൂല്ലോ എന്നോർത്തല്ലേ പതുക്കെ പതുക്കെ ചെയ്യുന്നത്. നന്നായിട്ട് അരപ്പ് പിടിക്കണം കേട്ടോ. ഏകദേശം ഒക്കെ ആയി തുടങ്ങി. പെരട്ടി ഞാനൊരു സ്വല്പം വെള്ളം കൈ നനച്ച് ഇതിൽ കയ്യിലിരിക്കുന്ന കൂടെ അങ്ങ് പരട്ടെ. അത് കഴിഞ്ഞാൽ തീർന്നു കേട്ടോ. പിന്നെ നമുക്ക് ഒരു അരമണിക്കൂർ വെച്ചേക്കണം. വെക്കണത് പുറത്തല്ല, ഫ്രിഡ്ജിന്റെ കട്ടിൽ കൊണ്ടുപോയി വെക്കണം. അപ്പൊ അതിലേക്ക് സെറ്റായി കിട്ടിക്കോളും മുട്ട തണുത്ത. എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം. ചെറു തീയില് മുരിച്ച് അകം വേവിച്ച്. ഇതിന് വേവ് എന്തോരം ഉണ്ടെന്ന് മറ്റേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് വലിയ അറിവൊന്നുമില്ല. നമുക്ക് വേവിച്ചെടുക്കാം. ഏതായാലും മഴയില്ലെങ്കിൽ നമുക്ക് പുറത്ത് ഗ്രില്ല് ചെയ്യായിരുന്നു. അത് നടക്കില്ല. തന്നെയല്ല 5:30 ഇപ്പൊ 5:30 ആകുമ്പോഴത്തേക്ക് ഇരുട്ടായി തുടങ്ങും. അതെ 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 അതെ. അത് നമുക്ക് കാലാവസ്ഥ അനുകൂലമുള്ളപ്പോൾ ഒരു പ്രാവശ്യം അത് ചെയ്യാം. സമ്മർ ആവുമ്പോ ചെയ്യാം. ഇനി മതിയില്ലേ? മതി. നമുക്ക് അടച്ച് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അടപ്പെടുത്തും വരട്ടെ. ഏതാണ്ടൊക്കെ ആയിട്ടില്ലേ അരപ്പതിലേക്ക്. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ കേട്ടോ. ഉപ്പ് നോക്കട്ടെ. ഉപ്പ് വളരെ കുറവാ. ആണോ? ഉപ്പ് വേണം. ഉപ്പ് നീരൊഴിച്ചാലോ? നീരൊഴിക്കാം. പിന്നെ അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന കാട ചീൻചട്ടിയിലേക്ക് വറക്കാനിടുക കേട്ടോ. അയൺ കടായി. അതെ, ജീവിതത്തിൽ ആദ്യമായി കാട ഫ്രൈ വറുത്തോണ്ടിരിക്കുന്ന അമ്മ. ആദ്യമായിട്ടായിരിക്കും കാട കൈകൊണ്ട് പോലും തൊടാത്ത ഞാനാണ്. നിങ്ങളുടെ ഇടുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുള്ള സൗകര്യമുണ്ട്. 2 ഇടാനുള്ള സ്പേസ് ഉണ്ട്. ഒരെണ്ണം ഡീപ് ഫ്രീസറിലേക്ക് ഞാൻ കണ്ടെയ്നറിലെടുത്ത് വെച്ചു. 2 വറക്കണോളൂ കേട്ടോ. ഇത് പകുതി ഫ്ലെയിം കുറച്ചിട്ട് തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ കരിയും വേവ് അകത്തേക്ക് കയറില്ല. അപ്പൊ അതുകൊണ്ടാണ്. അതെല്ലാവർക്കും അറിയാം. ഞാൻ ന്യൂജന് വേണ്ടി പറഞ്ഞതാ കേട്ടോ. അപ്പൊ ദേ ഫ്ലെയിം ഒന്ന് പിടിച്ചോ. ഏറ്റവും കുറച്ച ഫ്ലെയിം ഇട്ടേക്കണം. ഈ പതുക്കെ അതിൽ കിടന്ന് വെന്ത് വന്നെ കേട്ടോ. ഞാൻ ഓർത്തെ അടർന്നു പോകുമെന്ന് സംശയിച്ചു. മറിച്ചും തിരിച്ചൊക്കെ ഇടുമ്പോൾ അടരുമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും ഏത് ഫോമിലാണെങ്കിലും കാണിക്കാം. ഒന്ന് മറിച്ച് നോക്കുവാണെങ്കിൽ അറിയില്ല. കുഴപ്പമില്ല. പകുതി വേവായിട്ടുണ്ടല്ലേ? ഈ വശം ഒന്നോടെ ഇനിയും വേവാനുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് പതുക്കെ സൂക്ഷിച്ചൊന്ന് മറിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. വേവട്ടെ. ഫ്ലെയിം കുറഞ്ഞു കിടന്ന് പതുക്കെ വെന്തു തന്നെ വേവട്ടെ കേട്ടോ. കേരളത്തിൽ സമയം ഇപ്പൊ 6:15 കേട്ടോ. ഇന്ത്യയിലും സമയം ഇപ്പൊ 6:15. പക്ഷെ 6:15 കേരളത്തിലെ അവസ്ഥ ഇതാണ്. ഏത്? കേരളം, എറണാകുളം ഡിസ്ട്രിക്ട്. ഇരുട്ട് പരന്നു കഴിഞ്ഞു. കേരളത്തിന് പുറത്ത് പല സ്റ്റേറ്റുകളിലും ഇപ്പൊ മഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു. നമുക്ക് മഞ്ഞൊന്നും ആയിട്ടില്ല. ലൈറ്റായിട്ട് ചില ദിവസം ഇച്ചിരി തണുപ്പുണ്ട്. വെളുപ്പിന്. രാത്രി തണുപ്പൊന്നുമില്ല. രാത്രിയിൽ ശരിക്കും ഉഷ്ണ. അതെനിക്ക് തോന്നണതേ ചില ദിവസങ്ങളിൽ കൊടിയ മഴയില്ല. ഇന്നലെ 8 മണിയായപ്പോ നല്ല മഴയായിരുന്നു. അതായത് 17-ാം തീയതി, നവംബർ 17-ാം തീയതി നല്ല മഴയായിരുന്നു ഞങ്ങൾക്ക്. രാത്രി ഒരു 7:30 ആയപ്പോ ചാറി തുടങ്ങി. പിന്നെ ഒരു 9 മണിയായപ്പോ ശക്തിയായിട്ട് പെയ്യും. നന്നായിട്ട് തണുത്തു അല്ലേ? നല്ല മണം വന്നുണ്ട്. എന്റെ കോൺസെൻട്രേഷൻ അതിലേക്കാ പോണത്. കാട നല്ല ഫ്രഷ് ആയിട്ട് വറുത്തോണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടോണ്ടിരിക്കുന്നത്. നല്ല വാസന വന്നുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ.
എനിക്ക് ഈ കാട ക്ലീൻ ചെയ്ത് നീ കൊണ്ടുവന്ന എന്നാന്നൊന്നും ആദ്യം മനസ്സിലായില്ലെന്ന് പറഞ്ഞില്ല. കഴുകിയെടുത്ത് അരപ്പൊക്കെ പെരട്ടി വെച്ചപ്പോഴും ഒന്നും തോന്നിയില്ല. പക്ഷേ ചിഞ്ചട്ടിയിൽ ഇട്ട് കഴിഞ്ഞ് മറിച്ചിട്ട് കഴിഞ്ഞപ്പോ ഈ പരുവം കണ്ടപ്പോ എനിക്കൊരു പേരിടണമെന്ന് തോന്നി. പ്രേക്ഷകരായ നിങ്ങളെ ഒന്ന് ക്ഷമിച്ചേക്ക്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. കേൾക്കാനുള്ള ഞാൻ പറയാൻ പോണ പേരെന്താന്നറിയാമോ? സ്പൈഡർമാൻ. എനിക്ക് അതുപോലെ തോന്നി, സ്പൈഡർമാന്റെ പോലെ ഷേപ്പ് എനിക്ക് തോന്നിയെന്ന പരസ്യത്തിൽ കാണൂലേ എപ്പോഴും, അതുപോലെ എനിക്ക് തോന്നിയെന്നാണ് ഞാൻ പറഞ്ഞത്. മറച്ചിട്ടപ്പോ ഇതിന്റെ നോക്കാം, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഇതിന്റെ അമ്മയുടെ മുഖത്തേക്കല്ല, എന്റെ മുഖത്തേക്കല്ല നോക്കണ്ടതേ. ഇത് അത്രയും ഒത്തട്ടില്ല. ഇത് ശരിക്കും അതുപോലെ എനിക്ക് തോന്നി. പരസ്യം എപ്പോഴും കാണുമ്പോ സ്പൈഡർമാന്റെ പരസ്യം പോലെ എനിക്ക് തോന്നി. നിങ്ങൾ ഒരെണ്ണേ ഇതിന് ഇച്ചിരി ദശപ്പിച്ചിരി കുറവുണ്ടേ. ഇത് ആദ്യം ഇങ്ങനെ കോര, മറ്റേ ഇച്ചിരിയുടെ ദശപ്പുണ്ട് ആ ഭാഗം. അപ്പൊ ഇത് കോരി ഇതില് എണ്ണ വാലാനായിട്ട് വെക്കാം കേട്ടോ. എണ്ണ വാലാൻ വെക്കുന്നത് ഞാൻ ഇതിലിങ്ങനെ എണ്ണ വലിച്ചേച്ചിത് ടിഷ്യൂ വെച്ചിട്ടുണ്ട്, ഒരു പേപ്പറും അല്ല ഒരു പ്ലേറ്റും അടിയിൽ വെച്ചിട്ടുണ്ട്, അതിലേക്ക് അങ്ങ് വെക്കാം. ഇത് മതിയും വൈകാണ്ട് കോരി എടുക്കും കേട്ടോ. ഇങ്ങോട്ട് വെക്കട്ടെ. ഇനി ഇങ്ങനത്തെ ഷൈനിലുണ്ട്. നോവിലോട് ചെന്നപ്പോ നാളെ കണ്ട ഇതിന്റെ ചെറിയ കയ്യിൽ വറുത്ത് നല്ലതാ, വളരെ നല്ലതാ. ഷൈനിൽ കിടപ്പുണ്ട്. ചിലപ്പോ അവര് ഷൈനിന്നായിരിക്കും മേടിച്ചത്. പുള്ളിക്കാരി ഇന്നാളെ പേഴ്സൊക്കെ നോക്കാൻ ഷൈനിൽ വന്നെന്ന് പറഞ്ഞില്ലേ. മറിച്ച് നോക്കട്ടെ കേട്ടോ. ഇത് ഏതാണ്ടായിട്ടുണ്ട്. ഇതാണ് ഞാൻ സ്പൈഡർമാനിന് പേരിട്ടത്. ഇതും കോരിയേ. ഇനി വേറൊരു കാര്യം എണ്ണ ചെയ്യാനുണ്ട്, അതും ചെയ്യാം. അതൊരു ഡെക്കറേഷന് വേണ്ടി മാത്രം. അതൊക്കെ നമ്മുടെ ഐഡിയ. എനിക്ക് ഡെക്കറേഷൻ ചെയ്യാനുള്ള വലിയ ഐഡിയ ഒന്നും എനിക്ക് അങ്ങനെ ഇല്ല. എന്റെ ഐഡിയയിൽ ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പൊ ഇത് എണ്ണ വാലാൻ വെക്കട്ടെ. ഉള്ള ഐഡിയ ഒക്കെ മതി. ആ ഐഡിയ അല്ല, ആ എണ്ണ വാലാൻ വെക്കണ ആ ടൈമില് ഇത് ഇവിടെ ചെയ്യാം. ഇട്ടുകൊണ്ട് വരട്ടെ കേട്ടോ. കാണുമ്പോ എല്ലാവർക്കും മനസ്സിലായി. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കൂടെ കറിവേപ്പില ഉണ്ടെന്ന് എനിക്കറിയാം. അത് നിനക്ക് അറിയാലോ, അത് ഇൻക്ലൂഡിങ് ആണല്ലോ അല്ലേ. ഇത് ഞാൻ ഫ്ലെയിം കുറച്ചാട്ടോ ഇടണേ. വീട്ടിലെടുത്തോണ്ട് ആവുമത് ഇച്ചിരൂടെ ഇരിക്കാനുണ്ടല്ലോ അല്ലേ. ഇച്ചിരൂടെ മുരിയണം. കോരണ്ട സമയം ആയിട്ടില്ല. ഇല്ല, ആയില്ല. ആ കൂടെ വേറെ ഒരു സാധനം കോരണ്ട സമയത്ത് ഇടാനുണ്ട്. മതി മതി, എരിവ് കൂടുവല്ലെങ്കിൽ. മതി. നീ അധികം വെച്ചേക്കണ്ട അല്ലേ. നമ്മുടെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടോ. കാട ഫ്രൈ ദേ ഇരിക്കുന്നു. വെള്ളമൊക്കെ വാർന്നു. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനവും ഇവിടെ എണ്ണ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനം റെഡിയായി. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്തൊക്കെ കാണാം. പ്ലേറ്റും ഉണ്ട് അവിടെ. ആവി എടുത്തിട്ടേ നല്ല ചൂടാട്ടോ. മഴ പെയ്യാത്തോണ്ടാ. പെയ്യും. 100% ആണ് പറഞ്ഞിരുന്നത്. നല്ല കാറ. ഇന്നലെ ഇതുപോലെ അല്ലേ 9 മണിയായപ്പോഴത്തേക്കും തകർത്തു. മാക്സിമം എണ്ണ വലിച്ചിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം മലർത്തി ഒരെണ്ണം വിടർത്തി. അത് ഇങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം. അതാ നല്ലത്. എന്നാ ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു കാര്യം ഒന്ന് ചെയ്തോട്ടെ. ഞങ്ങളങ്ങനെ 2 പീസ് റെഡിയാക്കി അല്ലേ. 2 പീസ് അല്ല, 2 എണ്ണ, 2 നമ്പർ. ഇനി ഒരു നമ്പർ കൂടി ഇരിപ്പുണ്ട്. അപ്പൊ എനിക്ക് അധികം വേണ്ടാത്തോണ്ടും അപ്പയ്ക്ക് പല്ലിന് ചെറിയ വിഷയമായിട്ട് ഇരിക്കുന്നത് കൊണ്ടും 2 എണ്ണം എടുത്തോളൂ. ഇനി ഒരെണ്ണം എടുക്കണത് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ഇത് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഫ്രൈ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഓക്കെ. സമയം രാത്രി 7 മണി. ആദ്യത്തെ ടേസ്റ്റ് ഇന്ന് അമ്മയാണ്. കാരണം ഇറച്ചിയോട് അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ ഞാനൊരു സ്വല്പം എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞങ്ങൾ എണ്ണയൊക്കെ നന്നായിട്ട് വലിച്ചിട്ടുണ്ട്. എണ്ണ അതിലൊന്നും അധികം ഇല്ല. വേപ്പിലയും ഉള്ളിയും മഴത്തിയിലുള്ള എണ്ണയാണ് മീതി ആ ഡിസ്പ്ലേയിൽ കിടക്കുന്നത്. ടിഷ്യൂലൊക്കെ വലിച്ചു തന്നാലും വേപ്പിലയിൽ കുറച്ച് എണ്ണ ഇരിപ്പുണ്ട് കേട്ടോ. മറ്റേ ഇറച്ചിയിൽ ഒട്ടും എണ്ണയില്ല. അത് നിങ്ങൾക്ക് ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല.
ഞാനിത് ആ മറ്റേ ഡെക്കറേഷൻ ചെയ്ത വേപ്പിലയിലൊക്കെ കുറച്ച് എണ്ണയുണ്ട്, അതിൻ്റെ എണ്ണയാണ് അതിൽ ഇതായിരിക്കണം. എന്നാലും മാക്സിമം ഞങ്ങൾ വലിച്ചു കളഞ്ഞു. കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്രയും സമയം കഴിഞ്ഞ് നോക്കിയിരിക്കാൻ സമയമില്ല, വേറെ ആക്ടിവിറ്റികളുണ്ട്. അപ്പേനെയും വിളിക്കാം. അതുകൊണ്ട് ഞങ്ങൾ ഈ ഫോമിലിങ് എടുത്താണ് അപ്പേനെ വിളിക്കാം. അപ്പ അവിടെ ഇരിപ്പുണ്ട്. അപ്പയും പാ ടേസ്റ്റ് ചെയ്യാം. ഞാനൊരു സ്വല്പം ഒന്ന് എടുത്തേച്ച് കുളിക്കാൻ കയറുക കേട്ടോ. അത്താഴത്തിന്റെ പരിപാടി നോക്കാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പ വിശദമായിട്ട് അതിനെപ്പറ്റി പറയും. എനിക്ക് ഇറച്ചി കഴിപ്പ് വളരെ കുറവാണ്. ഏതായാലും ഒരു ആദ്യമായിട്ട് ഇതുവരെയും കഴിച്ചിട്ടുമില്ല. അപ്പൊ ഒന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. എന്നിട്ട് നീയും കഴിച്ചു നിന്റെ അഭിപ്രായം പറഞ്ഞേരെ. ഞാനൊരു പൊടിക്ക് എടുക്കണോളൂ. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നല്ല ഉള്ളിയുടെയും ഇഞ്ചിയുടെയും മസാലയുടെയും ഒക്കെ മണം വറുത്തപ്പോൾ വന്നായിരുന്നു. അപ്പം വളരെ നല്ലതാണെന്നാണ് വിശ്വാസം. കഴിച്ചു നോക്കി കഴിഞ്ഞാൽ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലും ഇതുമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ കിള്ളി കിള്ളി എടുക്കാനാണ് എനിക്ക് തോന്നണത്. അതെ 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 അതെ, ദശപ്പൊക്കെ കുറവാ. രുചിയുണ്ട്. ഉപ്പും മസാലയും എല്ലാ സംഗതികളും പാകമാണ്. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എരിവുണ്ട്. സാധാരണ എല്ലാവരും ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ സ്വല്പം കൂടെ എരിവ് ചേർത്തായിരിക്കും ചെയ്യണം. ഞങ്ങൾക്ക് ഈ എരിവ് മതി കേട്ടോ. ടേസ്റ്റിയാണ് എന്തായാലും. സാധനം നല്ലതാണ്. 2 എണ്ണം ധാരാളം മതി ഉണ്ടാക്കിയത്. കാരണം കഴിപ്പ് കുറവായത് കൊണ്ട് അതെ അപ്പയും പാ നല്ലതാ. നീ ഇച്ചിരി കഴിച്ചു നോക്കാം, ഞാൻ തരാം. നിന്റെ കയ്യിൽ ഫോൺ ഇരിക്കണോണ്ടത് നിന്നെ കിള്ളിക്കിള്ളി അങ്ങ് എടുത്താൽ മതി. അമ്മ പഠിച്ചു നോക്കില്ല. ഇച്ചിരി ഞാൻ ഉള്ളിയൊന്നും ചേർത്ത് തിന്നാൻ എനിക്ക് ഇറച്ചി ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഉപയോഗം കുറവായത് കൊണ്ടാട്ടത്. നല്ല വാസന വന്നുണ്ട്. ഒരു മിനിറ്റ് എന്നിട്ട് പറഞ്ഞുതരാം എങ്ങനെയാന്നുള്ളത്. മുരിഞ്ഞിട്ടുണ്ട്, മസാലയൊക്കെ നന്നായിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ശരിക്കും ചേർന്നിട്ടുണ്ട്. സ്വല്പം എരിവ് മാത്രമേ കുറവുള്ളൂ. ഞങ്ങളുടെ ഭാഗത്തിന് എരിവ് മതി കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത്. പിന്നെ എരിവ് കൂടുതൽ ആഡ് ചെയ്യണമെന്നുള്ളവർക്ക് എരിവ് ചേർത്ത് ചെയ്യാം. ഇതുപോലെ കുറച്ച് സമയം അരപ്പ് പുരട്ടി ഇരുന്നാലാട്ടോ ഇതിലേക്കെല്ലാം പിടിച്ചു കിട്ടുള്ളൂ. അതെല്ലാവർക്കും അറിയാവുന്ന, മീൻ വറക്കണവർക്കും ഇറച്ചി വറക്കണവർക്കും ഒക്കെ ഇത് അറിയാവുന്നതാണ്. മസാല എല്ലാം ശരിക്കും കയറിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് ആദ്യം തോന്നിയ ടേസ്റ്റ് അമ്മ ഉണ്ടാക്കിയ ജിഞ്ചർ ഗാർലിക് പേസ്റ്റില് അത് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നല്ല വാസനയായിരുന്നു അതിന്. അത് മീൻ വറക്കുമ്പോഴൊക്കെ ചേർക്കുമ്പോൾ നല്ല രുചിയാണ്. അതൊക്കെ നന്നായിട്ട് ഇതിനകത്തേക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് അരമണിക്കൂർ പെരട്ടി വെച്ചില്ലേ, അതുകൊണ്ടാണ്. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല രുചി, വ്യത്യസ്തമായ ഒരു രുചിയാണ്. ചിക്കൻ വറുത്തത് പോലെ ഒന്നും അല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ്. എനിക്ക് ഇഷ്ടമായി. വ്യത്യസ്തമായ ഒരു രുചിയാണ് ഇന്ന് നമ്മൾ പരീക്ഷിക്കാൻ പോണേ. എന്താണ് ആ വ്യത്യസ്തമായ രുചി? ഇത് ചിക്കനൊന്നും അല്ല. കണ്ടപ്പോ ഒരു വ്യത്യസ്തത തോന്നിയോ? മീറ്റിനൊരു പ്രത്യേകത. ചിക്കൻ ചെറുതാക്കിയതുപോലെ തോന്നുന്നു. ചിക്കനല്ല, കാടയാ. അയ്യോ, 1000 കോഴിക്ക് അര കാട എന്നാണ് പഴയ ആൾക്കാർ പറയുന്നത്. അത് മീറ്റിന്റെ കാര്യത്തിലാണോ മുട്ടയുടെ കാര്യത്തിലാണോ? മീറ്റിന്റെ കാര്യത്തിലാണോ? ഓ, ഞാൻ മുട്ടയാന്ന്. പക്ഷെ അത് ആ പറഞ്ഞത് യാഥാർത്ഥ്യമാകണമെങ്കിൽ അത് നാടൻ കാടയായിരിക്കണം. അതായത് നമ്മൾ വളർത്തു കാടയല്ല, സ്വാഭാവികമായിട്ട് അതിന്റെ സാഹചര്യത്തിൽ സ്വയം വളരുന്ന കാട. ഇപ്പൊ കോഴി തന്നെയാണേലും നമ്മുടെ ബ്രോയിലർ ചിക്കൻ എന്തിനു കൊള്ളാം. അത് കഴിച്ചു കഴിഞ്ഞ് കൂട്ടിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും, എടുത്ത അകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. നമ്മുടെ നാടൻ കോഴിയാണെങ്കിലോ പറന്ന് മരത്തിന്റെ മുകളിൽ കയറും. അപ്പൊ അതിന്റെ മീറ്റിന് അതിൻ്റെതായ ഗുണമുണ്ട്. അതുപോലെ തന്നെ ഇതും ഇപ്പൊ ബ്രോയിലർ ഇതിൽ വളർത്തുന്നതായിരിക്കും ഈ കാടയും. അപ്പൊ ഇതിന്റെ പോഷകാംശം ഈ 1000 കോഴിക്ക് അരക്കാട എന്നുള്ള കണക്കിൽ ഉണ്ടാകണമെന്നില്ല. പിന്നെ ഇപ്പോ ഇങ്ങനെ സ്വാഭാവിക സാഹചര്യങ്ങളിൽ വളരുന്ന കാടയൊന്നും കിട്ടാനായിട്ടുള്ള സ്കോപ്പില്ല. അപ്പൊ തൽക്കാലം ഇങ്ങനെയുള്ള ഒരു രീതിയിൽ വളർത്തുന്നതേ നമുക്ക് വാങ്ങാൻ കിട്ടുള്ളൂ. എനിവേ, കാട നല്ല പോഷക സമൃദ്ധമായ ഒരു മീറ്റ് ആണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. വളരെ കുറച്ചേ ഉള്ളൂ അതിന്റെ മീറ്റ് എന്ന് പറയുന്നത്. കഴിക്കാനാണ്, ഒന്നും ആവില്ല കഴിച്ചു. അതെ, അല്ല കുറച്ച് മതി. പക്ഷെ അതിന്റെ കൂടുതൽ കഴിക്കുന്നതിന്റെ ഫലം അതിന് കിട്ടും. ഓ, അങ്ങനെയാണല്ലേ. ഫുള്ളല്ല. അപ്പൊ അതിന്റെ കാല് പിടിച്ചിങ്ങനെ നമുക്ക് കടിച്ച് തിന്നാം. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? എല്ല് മാത്രമേ ഉള്ളൂ. മീറ്റ് വളരെ കുറവാ. കാട എന്ന് പറയുന്നതിന് എന്തോരുണ്ട്, ഒരു 500 ഗ്രാം പോലും ഇല്ല.
350 ഗ്രാമിൽ കൂടുതൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷെ നല്ല രുചിയുണ്ടല്ലേ. എനിക്ക് ആ ഫ്രൈ ചെയ്ത പ്രിപ്പറേഷനും അതിന്റെ മസാല കൂട്ടും ഒക്കെ നല്ല ഇഷ്ടമായി. നല്ല രുചിയുണ്ട്. ഇത് മതി. മീറ്റ് കഴിച്ചിട്ട് കുറെ നാളായി. നമ്മള് സ്ഥിരം ഫിഷ് അല്ലേ. നാളെ വേറൊരു വെറൈറ്റി ഡിഷ് ഉണ്ട്, കൂന്തൽ. അത് നമ്മൾ ഒരിക്കൽ വാങ്ങിയിട്ടില്ല. പക്ഷെ ഇവിടെ കടയൊന്നും മേടിച്ചിട്ടില്ല. നല്ല രുചിയുണ്ടല്ലേ. ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാനേ പറ്റുള്ളൂ. ചോറിന്റെ കൂടെ ഒന്നും ഒരു കറിയായിട്ട് പറ്റൂല, കൂട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചോറിന്റെ കൂടെ എന്തെങ്കിലും ഒഴിച്ചു കറിയോ ഒക്കെ ഉണ്ടെങ്കിലേ ചോറിന്റെ കൂടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ.